സീസണിന്റെ തുടക്കത്തിൽ വളരെ നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്ന നമ്മുടെ ആദിലയും നൂറയും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ തൊട്ടി ഗെയിമേഴ്സ് ആണ്. വെറും കച്ചറ ടീംസ്, ഒന്നും പറയാനില്ല. എൻ്റെ ഇതേ നാവ് കൊണ്ട് ഞാൻ വളരെ നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. ഞാൻ ഇന്ന് ഇവരെ കുറിച്ച് ഇത് പറയുന്നത് അവരുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്, വ്യക്തിപരമായ യാതൊരു കാരണങ്ങൾ കൊണ്ടുമല്ല. ഇപ്പൊ ഇന്നത്തെ ലൈവിൽ തന്നെ ഓരോരുത്തരും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനീഷ്, ഷാനവാസ്, ആര്യൻ ഇവരൊക്കെയാണല്ലോ മുതലാളിമാര്. അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ആദിലയും നൂറയും പോകുന്നു. ആവശ്യമില്ലാതെ അവിടെ ഇരുന്ന കുപ്പികൾ തട്ടിയിടുന്നു. അതുപോലെ അവിടെ അതിന്റെ പുറത്ത് ആ ഒരു അനീഷ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റാൻഡിന്റെ പുറത്ത് കയറിയിരിക്കുന്നു. അതിനിടയിൽ നൂറ പോയിട്ട് കുപ്പികൾ തട്ടിയിടുന്നു. അനീഷ് അവിടുന്ന് വെള്ളം മറ്റേ തവി കൊണ്ട് വെള്ളം കോരി ഇങ്ങനെ നൂറയുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. ഇതിന് പ്രതികാരമായിട്ട് ആദിൽ അവിടെ ഇരുന്ന വെള്ളം മുഴുവനായിട്ട് എടുത്ത് കമഴ്ത്തിക്കളയുന്നു. ഇത് മൊത്തം സംഗതികൾ കാണുമ്പോൾ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യുന്നതാണ്. ഇതൊരു സാധാരണ പ്രൊവോക്കിംഗ് ഗെയിം അല്ല, ഇത് ടാസ്കിനെ തടസ്സപ്പെടുത്തുന്നതാണ്. ടാസ്കിനെ ഈ വിധത്തിൽ തടസ്സപ്പെടുത്തുന്നത് ബിഗ് ബോസിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഇപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ടാസ്ക് അല്ല. ഇത് ഇങ്ങനെ ടാസ്ക് കുളമാക്കി അലങ്കോലമാക്കേണ്ട ഒരു ടാസ്ക് അല്ല. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവർക്കെതിരെയും ചെയ്യണം. ഇത് ഇവരുടെ ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യാതെ എല്ലാവർക്കെതിരെയും ചെയ്താൽ ഓക്കെ, അവർ ഈ ടാസ്ക് കുളമാകാൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറയാം. ഇവർ അനീഷിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ഈ ഒരു നോമിനേഷനിൽ ആദിലെ അനീഷ് നോമിനേറ്റ് ചെയ്തു എന്ന പേരിലാണ് ആദിലേക്ക് ഇത്രയും കലിപ്പെന്ന് തോന്നുന്നു. എന്തായാലും ആദിലയുടെ നൂറയുടെ പ്രത്യേകിച്ച് ഇന്നത്തെ നൂറയുടെ ആക്ട് വളരെ മോശം, വളരെ 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 മോശം. നല്ല രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നവർ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കച്ചറകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.